ഇത് എനിക്ക് സ്റ്റിൽ ഗൂസ് അടങ്ങ് ഈ ഒരു ലെവലാണ്. പിന്നെ അല്ല തുടരും മൂവി കണ്ട് ഞാൻ ഇപ്പൊ ചെന്നൈയിലെ സിറ്റിസന്റെ തിയേറ്ററിൽ കണ്ട് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. ഇതിപ്പോ എന്റെ ഗൂസ് ബംസ് ഓരോ ഞാൻ തല്ലി താത്തിട്ട് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ പ്യൂർ ലാലേട്ടൻ ഫാനൊന്നുമല്ല. ഞാൻ എന്റെ ഫ്രണ്ട് വിളിച്ചോണ്ട് മാത്രമേ ഞാൻ കാണാൻ വേണ്ടി പോയത്. എന്റെ ടേസ്റ്റ് ഓഫ് മൂവിയാണെന്ന് എനിക്ക് അറിയത്തോലില്ല. പക്ഷെ വന്നു കഴിഞ്ഞു. ഇത് നമ്മൾ പണ്ടത്തെ ലാലേട്ടൻ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹീസ് ബാക്ക് മാൻ, ഹീസ് സ്റ്റിൽ അലൈവ് എന്നൊക്കെ പറഞ്ഞ ഹീസ് ബാക്ക്. ഇത് പ്യൂർ ഗൂസ് ബംസ് ആണ്. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ഒരു ഹാപ്പി നല്ലൊരു മൂഡ് അങ്ങനെ ഒരു പടമല്ല. ഇതൊരു പ്യൂർ ഫാമിലി ഡ്രാമയാണ്. ഇതിൽ അഭിനയിച്ച് 2 പട്ടിയുണ്ട് ഈ സിനിമയ്ക്കകത്ത്. ആ 2 പട്ടികൾ വരുന്നത് എക്സ്ട്രീം അഭിനയമാണ്. അപ്പൊ നിങ്ങൾ ബാക്കി കാര്യം ആലോചിച്ചോളൂ. സ്ക്രിപ്റ്റ് തരുൺ എന്ന് പറഞ്ഞ ആള് ഒരുപാട് താമസിച്ചാണ് ഇപ്പൊ ലാലേട്ടൻ പടം എടുത്തെന്ന് തോന്നുന്നു. അത്ര ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഞാൻ തരുണിന്റെ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു എല്ലാ ഡയറക്ടേഴ്സും മോഹൻലാലിന് വേണ്ടി മാറുന്നു. ഈ സിനിമയിൽ ലാലേട്ടൻ തരുണിന് വേണ്ടി മാറി. എക്സാക്ട്ലി. പിന്നെ എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ലാസ്റ്റ് എഴുതി കാണിച്ചപ്പോൾ ജെയ്ക്സ് ബിജു എന്ന പേര് ഞാൻ കണ്ടത്. എനിക്ക് ആ പാട്ട് ജെയ്ക്സ് ബിജുവിനെ അറിയാവുന്നത് പാലാപ്പള്ളി തിരുപ്പള്ളി കടുവേല പാട്ടാണ്. ഇതിൽ ഓരോ ആൾക്കാർ റിവ്യൂ പറയുന്ന ഓരോ സീൻ മുറിച്ച് കട്ട് ചെയ്ത് പറയാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് കണ്ട കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് അഭിനയിച്ച 1-2 എല്ലാവരുടെയും പേര് എനിക്കല്ല. ബിനു പപ്പൻ പുള്ളി, പിന്നെ ഇൻസ്പെക്ടർ റോൾ അഭിനയിച്ച ഇവിടെ സൗണ്ട് വേറെ ഇൻസ്പെക്ടർ റോൾ അഭിനയിച്ചൊരു പുള്ളിയാണ്. പുള്ളിയുടെ ഫോട്ടോ വേണമെങ്കിൽ താഴെ കൊടുക്കും. ഇനി പേരെനിക്കറിയത്തില്ല. പുള്ളി പടം കൊണ്ടുപോകുന്ന രീതി, അയ്യോ ഇതിലെ കാസ്റ്റ് ആൻഡ് ക്രൂ. തരുൺ ഇതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ കാസ്റ്റും പുള്ളി എടുത്തത് വളരെ സെലക്റ്റീവ് ആയിട്ടാണ്. അത് കറക്റ്റാണ്. ആ ഇൻസ്പെക്ടർ അഭിനയിച്ച പുള്ളിയൊക്കെ ഭയങ്കരമാണ്. ലാലേട്ടനോട് കിടപിടിക്കുന്ന അത്ര നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. തിയേറ്റർ മൂവി, ലാലേട്ടന്റെ ഒരു തിയേറ്റർ മൂവിയാണ് ഇത്. എനിക്ക് സ്റ്റിൽ ഗൂസ് അടങ്ങ് ഈ ഒരു ലെവലാണ്. പിന്നെ അതിനകത്ത് ഓരോ സീനും, ഓരോ മ്യൂസിക്കും, ഓരോ സോണും, ഓരോ ആക്ഷനും, ലാലേട്ടന്റെ ശോഭന കൂട്ടുകെട്ടൊക്കെ എക്സ്ട്രാ ഓർഡിനറി. ഭയങ്കര രസമാണ്. തിയേറ്ററിൽ വൻ കയ്യടി അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര സെറ്റപ്പാണ്. നിങ്ങൾ തിയേറ്ററിൽ കണ്ടാൽ മാത്രം ഇഷ്ടപ്പെടുന്ന അടിപൊളി ഒരു മൂവിയാണ്. അടിപൊളി.